ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കുട്ടി പൂരിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ചെറിയ പൂരി ഉണ്ടാക്കിയാൽ മതി പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഓരോ ഷേപ്പ് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാകുമല്ലോ. അതുപോലെ തന്നെ ദോശ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ കറി നല്ല മുട്ടക്കറി കേട്ടോ. മുട്ട ഞാൻ ഫ്രൈ ചെയ്ത് പൊരിച്ചതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. പിന്നെ നമ്മൾ ചായയാണ് കേട്ടോ, ഒന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിക്കണേ. ചില ദിവസം പാൽ ചായ, ചിലപ്പോൾ കട്ടൻ ചായ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുക. അപ്പോൾ മോള് മദ്രസ വിട്ട് വരുന്ന ടൈം 8:30 ഇവർ രണ്ടുപേരും എണീക്കുന്ന ടൈം 8:30 പിന്നെ എൻ്റെ ഇക്ക കമ്പനിയിൽ ഇറക്കുന്ന സമയം 8:30 കേട്ടോ. അപ്പോൾ ഇക്കാക്ക് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ചായ കുടിക്കാറ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവൾ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ, 5-ാം തീയതി. അപ്പോൾ മോൾ ഇങ്ങനെ ലഡു വേണം, മുട്ടായി വേണം, കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ സഹിക്കണം കേട്ടോ. ഇങ്ങനെ വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഡെയിലി വിളിച്ചാൽ പറയും കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും കേട്ടോ. എപ്പോഴും പറയും അവൾ. അപ്പോൾ അവരിങ്ങനെ ഓക്കെ ബായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇതിൽ കുപ്പികൾ കാണുന്ന രണ്ടാളാട്ടോ സ്കൂളിൽ പോകുന്നത്. ഒരാൾ കുപ്പിയൊക്കെ പാലിട്ടുന്ന ദിവസമാണ്. അപ്പോൾ പാലിട്ടുമ്പോൾ അവൾ ചിലർ കുപ്പി ഉണ്ടായി നമുക്ക് വീട്ടിലേക്ക് തരും, പാല് കുടിക്കാനൊക്കെ തരും. അപ്പോൾ മോള് 6th പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ വേഗം മാറ്റുകയാണ്. അവളെ ബസ് നേരത്തെ വരും. അപ്പോൾ അവളെ ബസ് വന്ന് അവൾ പോയിട്ടോ. പിന്നെ ഇവൾക്ക് LKG പഠിക്കുന്നത്. അപ്പോൾ അവളെ വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് വരിക. അപ്പോൾ അവളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഇവനോട് സംസാരിച്ച് കളിച്ചിട്ട്. അങ്ങനെ അവളും പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവനും ഞാനും കൂടിയാണ് പിന്നെ യുദ്ധം. അവനിക്ക് കുറച്ച് മിഠായിക്ക് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് മുറ്റൊക്കെ അടിച്ചു തരണ്ടായിട്ടോ. മുറ്റം അടിച്ചു തരാൻ അപ്പുറത്തെ മരത്തിലെ ഇല വീണിട്ടാണ് കേട്ടോ. എനിക്കാണ് പണി. പക്ഷേ ഇവിടെ ഒരു മരവും ചെടിയൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി. പിന്നെ ഉള്ളിൽ കയറി പിന്നെ 4 മണിയായിട്ടേ പുറത്തിറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടാൽ പിന്നെ ഇവനിങ്ങനെ പുറത്ത് നിന്ന് പ്രശ്നമാണ്. അപ്പോൾ അവന് ഉള്ളിൽ കൈ ഇപ്പം തന്നെ കണ്ടോ, ഞാൻ വന്നപ്പത്തിന് അവിടെ ടാപ്പൊക്കെ തുറന്ന് വെള്ളത്തിൽ കളിയാണ്. എപ്പോഴും കൈ കഴുകണം എനിക്ക്, അതിന് അടിയാണ്. എന്നിട്ട് അവൻ്റെ കൂടെ ഞാനും അവനും കൂടി ഇങ്ങനെ കുറേ നേരം ബെഡിലിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കണ്ടോ അവിടെ ഇവിടെ പിടിച്ച് കയറുക, വീഴുക, മുറിയാകുക. ഒരു തവണ തന്നെ വീണ് തലയൊക്കെ പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടതാട്ടോ. അപ്പോൾ അവനധികം നോക്കിയിരിക്കുക തന്നെ കേട്ടോ. ഞാൻ പണികൾ പിന്നെ എടുത്താലും വേണ്ടില്ല എന്ന് വിചാരിച്ച്. പിന്നെ ഈ ടൈമിൽ ഞാൻ കുറച്ച് ഇങ്ങനെ ചെറിയ ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യും. അതിൽ നമ്മൾ ടാഗ് ഇടുക അതൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്ക് ഇപ്പോഴാട്ടോ. പിന്നെ രാവിലെ കുടിച്ച പാത്രങ്ങളൊക്കെ കുറേ കഴുകിയേക്കാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിരുന്നത്. എന്നിട്ട് പിന്നെ ഇന്നാണെങ്കിൽ ഒരു വെയിലുള്ള ദിവസമായിട്ട് 2 ദിവസമായിക്കണം ഇങ്ങനെ വെയിലായിട്ട് കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിലും ഞാൻ അലക്കാനൊന്നും തന്നെ പുറത്തേക്ക് പോകില്ല കേട്ടോ. ഇവന് പിന്നെ വെള്ളത്തിൽ കളിയായിട്ട് എന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ അലക്കാറ്. പിന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായി കഴുകി വെച്ചിട്ടോ. എനിക്ക് ഫുഡ് ഉണ്ടാക്കണതാണെന്നൊന്നും ഒരു മടിയില്ല കേട്ടോ. എന്താണെങ്കിലും ഉണ്ടാക്കും, സാധനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എനിക്കില്ല പാത്രം കഴുകൽ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ തന്നെ കഴുകി വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴുകി വെക്കാണ്, വേറെ ആരും വരില്ലല്ലോ. അപ്പം ഞാൻ എന്നെ അടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നായി കഴുകി വെക്കാണ് കേട്ടോ. അവനിക്ക് അവിടെ ഞാനൊരു ടാബും കൊടുത്തിട്ട് അവിടെ കുറച്ച് നേരം ഇരുത്തിക്കണം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കഴുകി തുടച്ച് റെഡിയാക്കി. പിന്നെ പിന്നെ ചോറ് ഞാൻ കുക്കറിലിട്ട് വെക്കാറ്. അപ്പോൾ കുക്കറിൽ ചോറും വെച്ച് കറി പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ. കറി ഉണ്ടെങ്കിൽ ഉപ്പേരിയോ മീനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, പണി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കറി വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പണിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ പണിയും ഒപ്പം ഉണ്ടാവില്ല. ചായ എന്നാൽ ശരി, ടാറ്റാ, പോയിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേ. നീ ഉണ്ടോ? ഇതെന്താ ജ്യൂസോ? ഓക്കെ, അപ്പം മതി, കുടിച്ചോട്ടോ. പോയിക്കോ, ടാറ്റാ. അവനോട് ഇങ്ങനെ കളിച്ചിരിക്കാൻ സമയം പോകുമെന്ന് അറിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാശിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ എടുത്തിട്ടില്ല. അതാണ് ഭയങ്കര സാധനമാണ്. എനിക്ക് മുട്ടായി ആണെന്ന് പറഞ്ഞാൽ അപ്പം മുട്ടായി കിട്ടണം. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ അവന് എൻ്റെ വണ്ടിയിൽ കുറേ നേരം ഇങ്ങനെ കളിച്ചിരിക്കും. മുട്ടായി ആണോ, ആപ്പിൾ വേണോ, അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കടയിലൊക്കെ പോയി കൊടുന്നേരിക എന്നൊക്കെ പറഞ്ഞ് കൊടുന്നേരാണ്. പിന്നെ ചോറൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് അവനെ കുളിപ്പിക്കലും കഴിഞ്ഞ് ചോറൊക്കെ എടുത്ത് അവനിക്ക് ചോറ്
കൊടുക്കുക. പിന്നെ ചോറ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ചോറ് അവൻ്റെ അത് ബാക്കി ഞാനും കഴിക്കും കേട്ടോ. അങ്ങനെ അവനക്ക് ചോറ് കൊടുത്ത് പിന്നെ ഞാനും കുറച്ച് ചോറൊക്കെ കഴിച്ച് പിന്നെ ടേബിൾ കളിച്ചിട്ടായിരിക്കുമ്പോൾ ചോറൊക്കെ പോണത് എങ്ങോട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചോറ് കുറച്ച് അധികം കഴിക്കുവേ. അങ്ങനെ എപ്പോഴൊന്നും കളിച്ചാൻ കൊടുക്കില്ല കേട്ടോ. ഇനി പിന്നെ അവന് കുറേ നേരം ഉറങ്ങുവേ. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഇതാണ്, അവൻ്റെ ഒരു വാശി ഇതൊക്കെ പോകും. അവനിക്ക് ഉറങ്ങണം, നല്ല 3-4 മണിക്കൂറോളം ഇരുന്ന് നല്ല ഉറങ്ങും കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വരുന്നത് വരെ 4 മണി വരെ ഉറങ്ങും കേട്ടോ. അവനൊരു 1 മണിക്കൊക്കെ കിടന്നാൽ പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുഡ് കഴിച്ച് കുറച്ച് പാത്രം കഴുകാനും പിന്നെ ഞാൻ കുളിച്ചിട്ടുമില്ല കേട്ടോ. കുളിക്കുക നിസ്കരിക്കുക അങ്ങനത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞാനും വന്നിട്ട് പിന്നെ കുറച്ച് നേരം സൈഡായിരിക്കും കേട്ടോ. സൈഡായി കിടന്ന് പിന്നെ കുറച്ച് നേരം ചിലപ്പോൾ അറിയാതെ മയങ്ങിപ്പോകും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഇവന് എണീറ്റാലും തന്നെ പഴയ സ്ഥിതി തന്നെ. ഇതാ യുദ്ധം, അടിപിടി, കരച്ചിലും അങ്ങനെയൊക്കെ ഓരോ തന്നെ തമാശയായിട്ടുണ്ടാവും. നമുക്കൊരു സന്തോഷമാണ്. ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ. ചിലപ്പോൾ ദേഷ്യം വന്ന് ചീത്തയൊക്കെ പറയും. അപ്പോൾ എവിടെയെങ്കിലും വാതിലിൻ്റെ മുക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയി തെറ്റി പറഞ്ഞിട്ടൊക്കെ പോയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.